നിങ്ങൾ ഒരു 10-15 വർഷം മുമ്പുള്ള ഫുട്ബോൾ ഓർക്കുന്നുണ്ടോ? അന്ന് കളിക്കാർക്ക് ലളിതമായ ചില നിയമങ്ങളുണ്ടായിരുന്നു. ഡിഫൻഡർമാർ വരുന്നു, പന്ത് അടിച്ച് ദൂരേക്ക് കളയുന്നു. വിങ്ങർമാർ വിങ്ങിലൂടെ മിന്നൽ വേഗത്തിൽ ഓടുന്നു, ബോക്സിലേക്ക് ക്രോസ് ചെയ്യുന്നു. അവിടെ കാത്തു നിൽക്കുന്ന ഒരു വമ്പൻ സ്ട്രൈക്കർ പന്ത് വലയിലെത്തിക്കുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ ഫുട്ബോൾ കാണുമ്പോൾ ആ പഴയ ശൈലി എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഇന്ന് കളി മാറി. കളിക്കളത്തിലെ നിയമങ്ങളും തന്ത്രങ്ങളും മാറി. ഇന്ന് ഡിഫൻഡർമാർ പതിതിര ഭരിക്കുന്നു, ഗോൾ കീപ്പർമാർ പ്ലേ മേക്കർമാരാകുന്നു, സ്ട്രൈക്കർമാർ ഡിഫൻഡ് ചെയ്യാൻ ഓടി നടക്കുന്നു. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫുട്ബോൾ ചരിത്രത്തെ മാറ്റിമറിച്ച ആധുനിക ഫുട്ബോളിലെ ആ മാറുന്ന തന്ത്രങ്ങളെ കുറിച്ചാണ്. നമുക്ക് ഡിഫൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. പരമ്പരാഗത ഫുട്ബോളിൽ റൈറ്റ് ബാക്കിന്റെയും ലെഫ്റ്റ് ബാക്കിന്റെയും പണി സൈഡ് ലൈനിലൂടെ ഓടുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ആധുനിക ഫുട്ബോൾ കണ്ട ഏറ്റവും വലിയ തന്ത്രപരമായ വിപ്ലവമാണ് ഇൻവേർട്ടഡ് ഫുൾ ബാക്ക്. എന്താണ് ഈ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക്? കളി തുടങ്ങുമ്പോൾ ഈ ഫുൾ ബാക്കുകൾ വിങ്ങിൽ നിൽക്കാതെ നേരെ മധ്യനിരയിലേക്ക്, അതായത് സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് കയറി വരും. പെപ് ഗാർഡിയോളയും മൈക്കിൾ ആർട്ടറ്റയും ഒക്കെ ഇന്ന് ഈ തന്ത്രമാണ് പറ്റുന്നത്. ഇതുകൊണ്ട് എന്താണ് ഗുണം? നിങ്ങളുടെ ടീമിന് മിഡ്ഫീൽഡിൽ പെട്ടെന്ന് ഒരൊറ്റ കളിക്കാരന്റെ അധിക സഹായം കിട്ടുന്നു, ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി. അതോടെ മധ്യനിരയിൽ പാസുകൾ കൈമാറാനും കളി നിയന്ത്രിക്കാനും എളുപ്പമാകുന്നു. എതിരാളികൾ കൗണ്ടർ അറ്റാക്കിന് ശ്രമിച്ചാൽ അവരെ നടുക്കടലിൽ വെച്ച് തന്നെ തടയാൻ ഈ ഇൻവേർട്ടഡ് ഫുട്ബോളുകൾക്ക് സാധിക്കും. ഡിഫൻഡർ വെറുമൊരു കളിക്കാരനല്ല, മറിച്ച് കളിയുടെ താളം നിശ്ചയിക്കുന്ന കമാൻഡർ കൂടിയാണെന്ന് ഈ തന്ത്രം തെളിയിക്കുന്നു. ഇനി നമുക്ക് മുന്നേറ്റ നിരയിലേക്ക് വരാം. പണ്ടൊക്കെ 9ാം നമ്പർ ചെയ്തിട്ട് ഒരു സ്ട്രൈക്കർ എന്നാൽ ബോക്സിനുള്ളിൽ മാത്രം ജയിക്കുന്ന ഒരു വേട്ടക്കാരനായിരുന്നു. എന്നാൽ ഇന്ന് ടാർഗറ്റ് മാൻ സ്ട്രൈക്കർമാരുടെ കാലം ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയേണ്ടി വരും. പകരം ഇന്ന് ലോകം ഭരിക്കുന്നത് ഫാൾസ് നയൻ തന്ത്രമാണ്. ഇവിടെ സ്ട്രൈക്കർ ബോക്സിൽ നിൽക്കില്ല. കളി നടക്കുമ്പോൾ അദ്ദേഹം പുറകോട്ട്, അതായത് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരും. ഇതോടെ എതിരാളികളുടെ സെൻട്രൽ ഡിഫൻഡർമാർ കൺഫ്യൂഷനിലാകും. അവർ സ്ട്രൈക്കറുടെ പുറകെ പോകണോ അതോ ബോക്സിൽ തന്നെ നിൽക്കണോ? ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഗ്യാപ്പിലൂടെ വിങ്ങിൽ നിൽക്കുന്ന സ്പീഡുള്ള വിങ്ങർമാർ ഉദാഹരണത്തിന് വിനീഷ്യസ് ജൂനിയറിനെയോ എംബാപ്പയോ പോലെയുള്ളവർ മിന്നൽ വേഗത്തിൽ ബോക്സുകളിലേക്ക് ഓടിക്കേറി ഗോൾ അടിക്കുന്നു. പെപ് ഗാർഡിയോള ബാഴ്സലോണയിൽ മെസ്സിയെ വെച്ച് ഇത് ചെയ്ത് ലോകത്തെ ഞെട്ടിച്ചതാണ്. ഇന്ന് റയൽ മാഡ്രിഡും ഈ ഫ്ലെക്സിബിലിറ്റി കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഫുട്ബോളിൽ ഏറ്റവും ബോറിംഗ് ആയ പൊസിഷൻ ഏതെന്ന ചോദ്യത്തിന് പണ്ട് പലരും പറഞ്ഞിട്ടുള്ള ഉത്തരം ഗോൾ കീപ്പർ എന്നാണ്. ലൈനിൽ ഒതുങ്ങി നിൽക്കുക, വരുന്ന പന്ത് തടുക്കുക, ലോങ് കിക്ക് അടിക്കുക, ഇതായിരുന്നു ഇവരുടെ പണി. എന്നാൽ ആധുനിക ഫുട്ബോൾ തന്ത്രങ്ങൾ ഗോൾ കീപ്പർമാരെ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേ മേക്കർമാരാക്കി മാറ്റി. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വീപ്പർ കീപ്പേഴ്സ്. ഇന്നത്തെ കാലത്ത് കൈകൊണ്ട് പന്ത് തൊടുക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, കാലുകൊണ്ട് ഒരു മധ്യനിരക്കാരനെ പോലെ പാസ് ചെയ്യാനും അറിയണം. ഡിഫൻസിൽ നിന്ന് കളി ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഗോൾ കീപ്പർമാർ ഒരു ഡിഫൻഡറെ പോലെ ലൈൻ വിട്ട് മുന്നോട്ട് വരുന്നു. എതിരാളികൾ എത്ര കടുത്ത പ്രസിംഗ് നടത്തിയാലും കൂളായി പാസ് ചെയ്ത് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയണം. അതായത് ഇന്നത്തെ ഫുട്ബോളിൽ ഗോൾ കീപ്പർമാർ വെറുമൊരു കാവൽക്കാരനല്ല, നിങ്ങളുടെ ടീമിന്റെ 11ാമത്തെ ഔട്ട്ഫീൽഡ് പ്ലെയർ തന്നെയാണ്. തന്ത്രങ്ങൾ വെറും പൊസിഷനുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, കളിയിലെ റണ്ണിംഗ് ഇന്റൻസിറ്റിയെ അത് ബാധിച്ചിട്ടുണ്ട്. യൂർഗൻ ക്ലോപ്പ് ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന ഗഗൻ പ്രസിംഗ് അല്ലെങ്കിൽ ഹൈ പ്രസിംഗ് ഇന്ന് എല്ലാ വലിയ ടീമുകളും ഉപയോഗിക്കുന്നു. പണ്ട് പന്ത് നഷ്ടപ്പെട്ടാൽ ഡിഫൻസിലേക്ക് ഓടിയിറങ്ങുകയായിരുന്നു പതിവ്. എന്നാൽ ഇന്ന് പന്ത് വിടാൻ പോലും എതിരാളികൾക്ക് സമയം കൊടുക്കില്ല. ഇതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുട്ബോളിൽ കളിക്കാരൻ എത്ര വലിയ റൊണാൾഡിനോ ആണെങ്കിലും കാര്യമില്ല. 90 മിനിറ്റും ഒരേ വേഗത്തിൽ ഓടാനുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ആ താരം ഔട്ടാകും. ഇന്നത്തെ ഫുട്ബോൾ വെറും ഒരു കളിയല്ല, അത് മൈതാനത്ത് നടക്കുന്ന ഒരു ചെസ് കളിയാണ്. ടോട്ടൽ ഫുട്ബോളിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇൻവേർട്ടഡ് ഫുൾ ബാക്കുകളിലും സ്വീപ്പർ കീപ്പർമാരിലും എത്തി നിൽക്കുന്നു ഫുട്ബോളിന്റെ ചരിത്രം. നാളെ ഇതിലും പുതിയ തന്ത്രങ്ങൾ വന്നേക്കാം. കാരണം ഫുട്ബോൾ ഒരിക്കലും നിശ്ചലമല്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ തന്ത്രം ഏതാണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.